എല്ലാ മലയാളികൾക്കും ഒരു ചോദ്യചിഹ്നം, ഇതിലാരാണ് ദൈവം, ആരാണ് കള്ളൻ? ഷിഹാബ് ഈ ഒരു വെളിപ്പെടുത്തൽ അന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഷിഹാബിനെതിരെ ആക്രമണം ഉണ്ടാകുമായിരിക്കുമോ? ഉറപ്പായിട്ടും. അന്നല്ല, ഇപ്പോഴും ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഷിഹാബിനെ എതിരെ ഒരു കള്ളക്കേസ് കൊടുത്ത് ജീവിക്കാൻ കഴിയാത്ത രീതിയിലാക്കാൻ പറ്റും. മുതുകാട് എന്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുപ്പിക്കരുത്. അങ്ങനെ മുതുകാട് എൻ്റെ ഉപ്പയോട് പറഞ്ഞ കാര്യമുണ്ട്. കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് നശിപ്പിച്ചിട്ട് ഷിഹാബിന് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ശല്യമായി ഷിഹാബ് വരാൻ പാടില്ല. ഞാൻ ഷിഹാബിനെയും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഇപ്പോഴും ചില മാധ്യമങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത് ആ ഒരു വ്യക്തിയുടെ പവറാണോ? ഉറപ്പായിട്ടും. ഈ ഒരു അനുഭവം ഞാൻ വന്ന് പറഞ്ഞിട്ട് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള അതേ പേടി തന്നെയാണ് 5 വർഷം മുമ്പ് ഇത് പുറത്ത് പറയുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പറയാൻ കാരണം ഈ അമ്മമാരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി ഒപ്പം നിൽക്കുമെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ കണ്ട ഈ ഒരു മുതുകാട് സാറുടെ സ്ഥാപനത്തിൽ ഇവിടെ വന്ന് പഠിച്ച് മാറ്റങ്ങൾ ഉണ്ടായി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന എത്ര കുട്ടികളുണ്ട്. ഇതൊരു നന്മമരക്കളിയാണോ? ഉറപ്പായിട്ടും. കാരണം എനിക്കൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ കുട്ടിയെ നന്നായിട്ട് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ നിർത്തി എൻ്റെ കുട്ടിയുടെ കഴിവിന് വേറെ ആൾക്ക് കാണിച്ചു കൊടുത്ത് അതിലൂടെ പണം വാങ്ങിയിട്ടാണോ ഞാൻ എൻ്റെ കുട്ടിയെ സംരക്ഷിക്കേണ്ടത്? അങ്ങനെ ഷിഹാബ് പോയ ഷോയിൽ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാവോ? തീർച്ചയായിട്ടും. നമ്മൾ കുവൈത്തിൽ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ക് സ്റ്റേജിൽ നിന്ന് ഷിഹാബ്, നമുക്കിവിടെ കൂടുതൽ കുട്ടികളുണ്ട്, ഇനി 100ഓളം കുട്ടികളൊക്കെ കാത്തിരിക്കുന്നുണ്ട്, ആ രീതി നിങ്ങൾ പറയണം. അവർ പലരും വീടില്ലാത്ത കുട്ടികളാണ്, അപ്പോൾ അവരെ സംരക്ഷിക്കാൻ മുതുകാട് സാറേ ഉള്ളൂ. അപ്പോൾ സാറ് ഞങ്ങളുടെ ദൈവമാണ്, സാറില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയണം. ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം അവിടെ സ്വയം ദൈവമാകാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭൂമിയിൽ നാം എന്തു തന്നെ ചെയ്താലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാം അനുഭവിച്ചിട്ടേ മടങ്ങുകയുള്ളൂ. എല്ലാവരും പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാകുന്ന 2 വ്യക്തികളുണ്ട്, ഷിഹാബും മജീഷ്യൻ മുതുകാടും. ഇന്നെന്നോടൊപ്പം ഉള്ളത് ഒരു ചങ്കുറപ്പുള്ളൊരു വ്യക്തി കേട്ടോ, പറയേണ്ടത് 6 മുഖത്ത് നോക്കി വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തി. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഷിഹാബ് നമസ്കാരം. 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 കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു. ഇപ്പം നമ്മൾ എല്ലാ മലയാളികൾക്കും ഒരു ചോദ്യചിഹ്നം, ഇതിലാരാണ് ദൈവം, ആരാണ് കള്ളൻ? എല്ലാ മലയാളികൾക്കും ഒരേപോലുള്ള ചോദ്യചിഹ്നമാണ്. അതെ. പക്ഷെ അതിനെല്ലാം അട്ടിമറിച്ച് ഷിഹാബ് മുന്നിൽ വന്നിക്കുക. അതെ. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ആ ഒരു വ്യക്തിയിലൂടെ ഗൾഫ് ഷോയിലേക്ക് പോകുന്നു. അതെ. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അന്നേരം ഒരു പരാതി കൊടുക്കാതെ 5 വർഷത്തിന് ശേഷം ഷിഹാബ് വെളിപ്പെടുത്തലുമായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം, ഫെയിമിനായി വരികയാണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഈഗോ പ്രശ്നമുണ്ടോ? നമുക്ക് തുടക്കം മുതലുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. കുറേ പേര് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു വെളിപ്പെടുത്തലെന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതികളൊക്കെ 5 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതായത് പേഴ്സണലായിട്ട് മുതുകാടിനോട് ഷിഹാബ് പറഞ്ഞതാ? മുതുകാടിനോടും അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിലേക്ക് ഒഫീഷ്യലി മെയിൽ ചെയ്തും അന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഷീലിനോടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ ലോകത്തോട് വിളിച്ച് പറയാതിരിക്കാൻ കാരണം, അദ്ദേഹത്തിന് തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ, അദ്ദേഹത്തെ പോലെ ഒരാളെ മോശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ജീവനെ തന്നെ ഭീഷണിയാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കുന്നവരോട്, ഇത് ഞാനല്ല പറഞ്ഞു തുടങ്ങുന്നത്. 2023 അവസാനങ്ങളിലും 2024 തുടക്കങ്ങളിലും നിങ്ങൾക്ക് കണ്ടാലറിയാം, അവിടെ മുമ്പുണ്ടായിരുന്ന ഒരുപാട് അമ്മമാർ ഇതേ ആരോപണങ്ങളുമായിട്ട് വരുന്നു, അവരുടെ അനുഭവങ്ങൾ ലോകത്തോട് പങ്കുവെക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും എന്നോട് കുറേ പേര് ചോദിച്ചു, ഇത് എങ്ങനെയാണ്, അവർ പറയുന്നത് സത്യമാണോ, നിങ്ങളും അവിടെ ജോലി ചെയ്ത ഒരാളായിരുന്നല്ലോ എന്ന്. ആ ഒരു സമയത്ത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എൻ്റെ അനുഭവങ്ങൾ തുറന്നു പറയുക എന്നുള്ളത്. ഈ അമ്മമാരുടെ കാര്യങ്ങൾ, വാദങ്ങൾ സത്യമാണെന്ന് എൻ്റെ അനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഷിഹാബിന് മുമ്പേ ആദ്യം വെളിപ്പെടുത്തലുമായിട്ട് വന്ന അവിടെയുള്ള അമ്മമാരാ? തീർച്ചയായിട്ടും. ഈ കാണുന്ന ഇത്രയും അമ്മമാർ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനിത് പറയാൻ തീരുമാനിക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട്. കാരണം ഈ അമ്മമാർ വീഡിയോയുമായി വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോയിൽ മുതുകാട് സാർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ അമ്മ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന്. അങ്ങനെ മുതുകാട് സാറെ പോലെ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമ്മമാരൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം ആളുകളാണ്. അതിനെ വ്യക്തിവൈരാഗ്യം പറയാൻ നമുക്ക് പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെ അദ്ദേഹം വീണ്ടും ലഘൂകരിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹമാണ് ശരിയെന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് എൻ്റെ അനുഭവങ്ങൾ കൂടി പറയാമെന്ന് തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ 5 വർഷം മുമ്പ് ഷിഹാബ് ഈ ഒരു വെളിപ്പെടുത്തൽ അന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഷിഹാബിനെതിരെ ആക്രമണം ഉണ്ടാകുമായിരിക്കുമോ? ഉറപ്പായിട്ടും. അന്നല്ല, ഇപ്പോഴും ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ നമ്മുടെ മോശമായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് തടസ്സം നിർത്താൻ സാധിക്കും, ഇതൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കും.
ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ട് എൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മുതുകാട് സാറാണ് എന്നെ വളർത്തി കൊണ്ടുവന്നത്, അപ്പോൾ ആ ഒരു ഈഗോ പ്രശ്നം കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു വെളിപ്പെടുത്തൽ ഞാൻ നടത്തുന്ന സമയത്ത് ഏകദേശം സോഷ്യൽ മീഡിയയിൽ എനിക്ക് 16 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. ഇനി എനിക്ക് ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഗോപിനാഥ് മുതുകാടിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കോഴിക്കോട് ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മോട്ടിവേഷൻ ക്ലാസ് പ്രോഗ്രാമിൽ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടും ഞാനും ഒരേപോലെ അതിഥികളായിരുന്നു. അവിടെ നിന്നായിരുന്നു തുടക്കം. ഞാൻ നേരിട്ട് കാണുന്നത് അന്നാണ്. അല്ലാതെ ഒരു ജോലിക്കായിട്ട് ഷിഹാബ് പോയതല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന രീതിയിൽ 2 പ്രാവശ്യം പോയിട്ടുള്ള വ്യക്തിയാണ്. അത് ഞാൻ പറയാൻ കാരണം, കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് മുതുകാടല്ലേ നിന്നെ വളർത്തിക്കൊണ്ട് വന്നതെന്ന്. അതെ. അപ്പൊ അതിനുള്ള മറുപടിയാണ്, ഞാനും മുതുകാടും ഒരേ വേദിയിൽ ഒരേപോലെ അതിഥികളായിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെ അവിടെ നിന്ന് മുതുകാടിന്റെ സ്ഥാപനത്തിലോട്ട് ഷിഹാബ് വരുന്നത് എങ്ങനെയാ? അങ്ങനെ PG കഴിയുന്ന സമയത്താണ് അദ്ദേഹം അയാൾ നല്ല സൗഹൃദത്തിലേക്ക് പോകുന്നതും. അദ്ദേഹം എംപവർ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അനുയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് അവതാരകനായിട്ട് എന്നെ ക്ഷണിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അത്. പക്ഷെ പിന്നീടാണ് അതിൻ്റെ പോരായ്മകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നതും അത് തിരുത്താൻ അദ്ദേഹത്തോട് നിരന്തരം പറയുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു ശത്രുവായി മാറുന്നതും. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷിഹാബ് തെറ്റ് കണ്ടു, അത് ചൂണ്ടിക്കാണിച്ചത് ആദ്യം മാധ്യമങ്ങളിലല്ല, ആ വ്യക്തിയോട് ചൂണ്ടിക്കാണിച്ചു. പിന്നീട് ഇതൊരു പരിധി വിട്ട് ഇത് ശരിയാകില്ലെന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇല്ല, ശരിയായ സമയത്ത് ഞാൻ നിയമപരമായിട്ട് അദ്ദേഹത്തിന് മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു പോരായ്മകൾ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ തിരുത്തണം, അതല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഷിഹാബ് മുതുകാടിനോട് പറയുന്ന സമയത്ത്, അല്ലെ ആ ക്രൂവിനോട് പറയുന്ന സമയത്ത് അവിടെ നിന്നുണ്ടായ ഒരു റെസ്പോൺസ് എന്തുവായിരുന്നു? അവർ എന്നെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷിഹാബിനെ എതിരെ ഒരു കള്ളക്കേസ് കൊടുത്ത് ജീവിക്കാൻ കഴിയാത്ത രീതിയിലാക്കാൻ പറ്റും. മുതുകാട്, എൻ്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുപ്പിക്കരുത്. നിങ്ങളെല്ലാവരും 100 പേര് വന്ന് പറഞ്ഞാലും ഒരാളും വിശ്വസിക്കില്ല. ആയിരങ്ങൾ ലക്ഷങ്ങൾ എൻ്റെ പിന്നാലെയുണ്ട്, മുതുകാടിൻ്റെ പിന്നാലെ. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ 5 വർഷം മുമ്പേ മുതുകാട് സാറിൻ്റെ പ്ലാനറ്റിൽ നിന്ന് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പങ്കുവെക്കുന്നുള്ളത്. ആ ഒരു വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്, ഇവിടുത്തെ മാനേജറുമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഷോ ചെയ്യുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ഷോ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതുകാട് സാർ എന്നോട് പറഞ്ഞത്, ഈ കുട്ടിയുടെ കാര്യത്തിൽ ഷിഹാബ് ഇടപെടേണ്ട ആവശ്യമില്ല, ഞാനാണ് ആ കുട്ടികളെ കൊണ്ടുവന്നത്, ഷിഹാബിൻ്റെ ജോലി ചെയ്താൽ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഈ വീഡിയോ മുതുകാട് കണ്ടായിരുന്നോ? ഈ വീഡിയോ ഗോപിനാഥ് മുതുകാടിനെ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് മാറ്റിയില്ലെങ്കിൽ ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. ഞാൻ അപ്പോഴാണോ മുതുകാട് പറയുന്നത്? ഇത് ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത വാട്സപ്പ് സ്ക്രീൻഷോട്ടാണത്. അപ്പോഴാണ് മുതുകാട് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ഒരു മുഖം ഷിഹാബ് കാണുമെന്ന്. അതിന് മുമ്പ് അവർ ചെയ്ത കാര്യം, അവിടുത്തെ അക്കാഡമിക് ഡയറക്ടർ ഈ ഒക്ടോബർ 31 രാത്രി എന്നെ വിളിച്ച് പറയാണ്, നാളെ മുതൽ ഷിഹാബ് വരണ്ട. അതായത് ഇവിടെ എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഷിഹാബിനെ പോലത്തെ കുട്ടിയുടെ ആവശ്യമില്ല, ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ DAC എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. ഈ ഒരു തീരുമാനം എടുക്കാൻ കാരണം ഡോക്ടർ അഷീലും അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ശൈലജ ടീച്ചറോടും കൂടി ആലോചിച്ച് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ ഷിഹാബ് വരണ്ട എന്ന് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്ന്. അതിൻ്റെ പേരിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഷൂട്ട് ചെയ്ത വീഡിയോ ഗോപിനാഥ് മുതുകാട് സാറിന് അയച്ചു കൊടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇവിടെ നടക്കുന്ന പോരായ്മകളെ കുറിച്ച് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ പബ്ലിക്കിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യും. അതിന് മുമ്പ് എന്നെ പെട്ടെന്ന് നാളെ മുതൽ വരണ്ട എന്ന് പറയുന്നുള്ള കാരണം കാണിക്കൽ നോട്ടീസ് എനിക്ക് വേണം, കാരണങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് അവിടുത്തെ അക്കാഡമിക് ഡയറക്ടറായിട്ടുള്ള ചന്ദ്രസേനൻ മുതിർമല അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, അത് ഷിഹാബെ നമ്മൾ തലേ ദിവസം വലിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരുപാട് തിരക്കിലായിപ്പോയി, പിന്നെ അയക്കാൻ പറ്റിയില്ല, പനിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തലേ ദിവസം ഷിഹാബിന് നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞത് ആ പനിയുടെ ചൂടിൽ അറിയാതൊക്കെ പറഞ്ഞു പോയതാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്കിവിടെ തുടരാൻ താല്പര്യമില്ല, നിങ്ങൾ ഓൾറെഡി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ലോകത്തോട് അറിയിക്കാൻ പറ്റും, ഈ ഒരു വീഡിയോ ഞാൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അങ്ങനെ മുതുകാട് എൻ്റെ ഉപ്പയോട് പറഞ്ഞ കാര്യമുണ്ട്, കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് നശിപ്പിച്ചിട്ട് ഷിഹാബിന് എന്ത് കിട്ടാനാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ശല്യമായി ഷിഹാബ് വരാൻ പാടില്ല, ഞാൻ ഷിഹാബിനെയും ബുദ്ധിമുട്ടിക്കാൻ വരില്ല, നമുക്കിവിടെ കോംപ്രമൈസ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം പറയുന്നത്. ഈ ഒരു ഫാദറിനോട് അദ്ദേഹം പറയുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഒരു പരാതിയായിട്ട് ഞാനിത് അയച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരു പരാതിയായിട്ട് അന്ന് അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത കാര്യങ്ങളാണ്.
എനിക്കുണ്ടായ മുഴുവൻ അനുഭവങ്ങളും ഒരു പരാതിയായിട്ട്. ജസ്റ്റ് മിനിറ്റ്. ഈ കാണുന്നത് തുടങ്ങിയിട്ട് ഏകദേശം 8-9 പേജ് വരുന്ന പരാതികൾ അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കൊടുത്തതാണ്. ഓക്കെ, ഈ പരാതികളെല്ലാം സമർപ്പിച്ചതാണ് ശിഹാബ്? നേരിട്ട് സമർപ്പിച്ചു. മാത്രമല്ല അത് അദ്ദേഹം സ്വീകരിച്ചില്ല എന്നൊക്കെ പിന്നീട് മാറ്റി പറയുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മെയിലിലേക്ക്, അവിടെ മെയിൽ ഐ ഡിയിലേക്ക് 2018 മാജിക് പ്ലാനറ്റിൻ്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുള്ളതാണ്. അന്നും ഞാൻ പറയുന്നത് ഇതേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് വെക്കുമ്പോൾ ശിഹാബിന് അറിയാമായിരുന്നല്ലേ ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന്? ഉറപ്പായിട്ടും. കാരണം അദ്ദേഹം, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, പക്ഷെ അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു. അദ്ദേഹം എന്നേക്കാൾ വലിയ ആളാണെന്ന് കാണിക്കാനോ അതല്ലെങ്കിൽ എനിക്കിതൊക്കെ അറിയാം, നിങ്ങൾ എന്നെ തിരുത്തണ്ട എന്ന് പറയുന്നൊരു ചിന്തയൊക്കെ ആയിരിക്കാം. ഇപ്പം നമ്മൾ കാണുന്ന അല്ലെ പ്രേക്ഷകർ കാണുന്നൊരു മുതുകാടുണ്ട്, ആൾക്കാരെ സംസാരിച്ച് വീഴ്ത്തി അല്ലെ മാജിക്കിലൂടെ വിസ്മയം കാണിക്കുന്നൊരു മുതുകാട്. ഒരിക്കലും 5 വർഷം മുമ്പ് ശിഹാബ് വെളിപ്പെടുത്താത്തതിൽ വലിയ അത്ഭുതമില്ല. കാരണം ആരും ശിഹാബിനെ അംഗീകരിക്കത്തില്ല. തീർച്ചയായിട്ടും. കാരണം നമ്മൾ കാണുന്ന മുതുകാട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടു പോകും. അതെ, ഞാൻ എപ്പോഴും പറയുന്നു, തെറ്റുകൾ സംഭവിക്കും, മാനുഷികമായ കാര്യമാണ്. പക്ഷെ തിരുത്താനും നന്നായിട്ട് മുന്നോട്ട് പോകാനും ഇനിയും അവസരമുണ്ട്. ശിഹാബ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം, എന്തുകൊണ്ട് ചില മാധ്യമങ്ങൾ മുതുകാടിനെ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നില്ല? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഞാൻ ഇത് ലോകത്തോട് പറയുന്ന സമയത്ത് എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഒരു ചെയർ പോലും ബാക്കിയില്ലാതെ അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. ഏകദേശം 12-13 ക്യാമറകൾ ഓണായിരുന്നു. ഇതിൽ നിന്ന് എത്ര ചാനലുകൾ ഇത് പുറത്ത് വിടാൻ ധൈര്യം കാണിച്ചു? അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരോപണങ്ങളാണെന്ന് പറയാം. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ്. ആരോപണങ്ങളാണെങ്കിൽ പോലും ഇതിലെ സത്യം കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട മുൻ നിരയിലുള്ള വലിയ മാധ്യമങ്ങളൊക്കെ എവിടെ, മാധ്യമധർമ്മം എവിടെ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ അനുഭവങ്ങൾ വന്ന് പറയുന്നത്. കാരണം എൻ്റെ മുമ്പിലുള്ള മീഡിയം ഇതുപോലെയുള്ള യൂട്യൂബും ഫേസ്ബുക്കിലൂടെയും നമ്മളെ കാര്യങ്ങൾ ലോകത്തോട് അറിയാൻ ധൈര്യം കാണിക്കുന്ന അജിനെ പോലെയുള്ള നട്ടലുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശിഹാബ് പറഞ്ഞു വരുന്നത്, ഇപ്പോഴും ചില മാധ്യമങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത് ആ ഒരു വ്യക്തിയുടെ പവറാണോ? ഉറപ്പായിട്ടും. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് 5 വർഷം കൊണ്ട് ഉണ്ടായ അനുഭവങ്ങൾ എത്ര കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. ഞാൻ പറയാം, ഈ ഒരു അനുഭവം ഞാൻ വന്ന് പറഞ്ഞിട്ട് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള അതേ പേടി തന്നെയാണ് 5 വർഷം മുമ്പ് ഇത് പുറത്ത് പറയുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പറയാൻ കാരണം ഈ അമ്മമാരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി ഒപ്പം നിൽക്കുമെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ്. പക്ഷേ ശിഹാബിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അമ്മമാർ സപ്പോർട്ടുണ്ട്. ശിഹാബിന് മുമ്പ് വെളിപ്പെടുത്തലുകളായ അമ്മമാർ വന്നിട്ടുമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഇന്നലെ മുതൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ ഒരു 4-5 അമ്മമാർ ശിഹാബിനെതിരെ അങ്ങ് തിരിയുക. അതെ, അത് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ? അത് അവരുടെ സത്യം? ആ അമ്മമാരെ അറിയാവോ ശിഹാബിന്? ഉറപ്പായിട്ടും. അതിലുള്ള 3 അമ്മമാര്, ഒരമ്മ എനിക്കറിയില്ല, 3 അമ്മമാര് അവിടെ ഞാൻ ഉണ്ടായ സമയത്തുള്ള അമ്മമാരാണ്. അവരിപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നവരാ? തീർച്ചയായിട്ടും. ഓക്കെ, ഈ 5 അമ്മമാരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇവരല്ലാതെ വേറെ 2 പേര് കൂടി ഉണ്ടായിരുന്നു. 5 കുട്ടികളും ഞാനുമാണ് എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അന്ന് ഉണ്ടായിരുന്നത്. ഈ 5 കുട്ടികളെ ഒരു ചെറിയ റൂമിൽ, അതായത് ഒരു 2.5 മീറ്റർ മാക്സിമം വീതിയും ഒരു 3.5 മീറ്റർ നീളം വരുന്ന ഒരു ചെറിയ റൂമിൽ ഈ 5 കുട്ടികൾ, ഞാൻ, 2 അമ്മമാർ, അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന 2 കോമഡി ആർട്ടിസ്റ്റ്, ഇത്രയും പേര് നിൽക്കണം. അപ്പോൾ ഞാൻ നിരന്തരം ഇവരോട് പറയും, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെറിയ കുട്ടികൾക്ക്. മാത്രം ഒരു ഫാന് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഈ കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ അവർ ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ അതിലൊരു അമ്മ പറയുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, ഈ കുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ കസാറകൾ പൊട്ടിച്ചിട്ടുണ്ട്, ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കയറി അങ്ങ് പൂട്ടിയിടുമെന്ന്. ആ ഒരു വാദത്തോട് ശിഹാബ് എങ്ങനെ കാണുന്നു? ആ പൂട്ടിയിടുമെന്ന് പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ തുടക്കം മുതലേ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷെ അത് അമ്മ തന്നെ അംഗീകരിക്കുകയാണ്. പക്ഷെ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഈ പൂട്ടിയിട്ടു എന്ന് പറയുന്ന അമ്മ എങ്ങനെയാണ് ബാക്കി 4 കുട്ടികളെയും എന്നെയും ഇവരെല്ലാവരും കൂടി റൂമിൽ പൂട്ടിയിട്ടാണ് അവകാശം കാണിക്കുന്നത്? അമ്മ അവിടുത്തെ സ്റ്റാഫാണോ? ഒഫീഷ്യലി അമ്മ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലും അല്ല. ഇവിടെ ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഈ 5 കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലും അദ്ദേഹം അപ്പോയിൻമെന്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുഴപ്പമില്ല, ഇവിടെ ഏതെങ്കിലും കുട്ടിയുടെ അമ്മമാർ ഇവരൊക്കെ അങ്ങ് നോക്കിക്കോളുന്നു. ഇത്രയും, അതായത് ഒഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ, അത്രയും ഒരു കൃത്യത ഇല്ലാതെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെയുള്ളൊരു അമ്മയാണ് ഈ കുട്ടികളുടെ കാര്യം മുഴുവൻ നോക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് ഗുരുതരമായ ആരോപണമാണ്. ഈ 5 കുട്ടികളെയും അമ്മ പൂട്ടിയിട്ടു എന്നാണ് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടി, ഈ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പ്രോഗ്രാം കഴിഞ്ഞ ഇടവേളകളിൽ കുട്ടിയെ പൂട്ടിയിട്ടു എന്ന് ഒരു അമ്മ പറയുന്നത് ഗുരുതരമായ കാര്യമാണ്. നാളെ അത് സംഭവിച്ചാൽ പോലും അറിയിക്കാൻ ആരുമില്ല. തീർച്ചയായിട്ടും. അതാണ് ഇപ്പോൾ അത് തന്നെയാണ് ഞാൻ അന്നും പറഞ്ഞിരുന്നത്. സാർ, ഈ ചെറിയ റൂമിൽ ഇത്ര കുട്ടികളായിട്ട് പൂട്ടാൻ പാടില്ല. ഞാനും കൂടി ഇതിൽ വിട്ടുപോവാണ്. ആ കുട്ടികൾക്കിടയിൽ ഞങ്ങൾ 2 കോമഡി ആർട്ടിസ്റ്റ് കൂടി ഉണ്ട് അവിടെ. നമ്മളെല്ലാവരും കൂടിയാണ് ഈ റൂമിലിരിക്കുന്നത്.
അപ്പോൾ ഈ അമ്മമാർ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരെ നിവൃത്തികേട് കൊണ്ട് അതാണ് അവർക്ക് ഇപ്പോൾ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അവിടെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ശിഹാബ് പറയുന്ന ആ അമ്മമാര് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പേടിച്ചിട്ട് തന്നെയാണോ? ഉറപ്പായിട്ടും ഈ പേടിച്ച് വെളിപ്പെടുത്തുമ്പോൾ പോലും അവർ അറിയാത്ത സത്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ ഒരു അമ്മ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ച് ശീലിച്ച കുട്ടികളാണ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ആ വ്യത്യാസം വരുമ്പോൾ ദേഷ്യമായി പോകുന്നുണ്ട്. അത് അമ്മ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആഹാരത്തിൽ നമുക്ക് അങ്ങനെ ആരെയും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. ഇവർ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളല്ല. കാരണം അവർ ശീലിച്ച് വന്ന ശീലങ്ങളാണ്. അത് തുടരുക തന്നെ നിവൃത്തി. തീർച്ചയായിട്ടും അത് തുടരണം എന്ന് തന്നെയാണ് ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത്. അവരുടെ കംഫേർട്ട് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സംഘടനയെ വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടുകളല്ല. ഈ കാണുന്ന പ്രേക്ഷകരിൽ തന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ആ പൈസയൊക്കെ എവിടെ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ വലിയൊരു രീതിയിൽ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവണം. ഈ ഒരു സ്ഥാപനം 5-6 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ യാത്ര ചെയ്ത് കിട്ടിയ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ ഒരു സ്ഥാപനത്തിലൂടെ പങ്കുവെക്കുന്നത്. ഈ ലോകം മുഴുവൻ ഇപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി കണ്ടുവെക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. അതായത് സാധാരണക്കാർക്കൊപ്പം ജീവിക്കാനുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനൊരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. പക്ഷേ എൻ്റെ ഫിസിക്കലി പരിമിതികളായതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് അതിനെ അതിജീവിക്കാനും ആ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യാനും കഴിയുന്നു. ഇതേ സിസ്റ്റത്തിലൂടെ മെന്റലി റിട്ടയർഡ് ആയ കുട്ടികളെയും പതിയെ ഏർലി ഇന്റർവെൻഷൻ സെന്ററുകളിലൂടെ അവരുടെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുകയും പതിയെ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും സാധാരണ കുട്ടികളുടെ കൂടെ ജീവിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുകയും വേണമെന്നാണ് ലോകം പറയുന്നത്. അപ്പോൾ ഈ ലോകം മുഴുവൻ കണ്ട് ഈ ഒരു മുതുകാട് സൈഡ് സ്ഥാപനത്തിൽ ഇവിടെ വന്ന് പഠിച്ച് മാറ്റങ്ങൾ ഉണ്ടായി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന എത്ര കുട്ടികളുണ്ട്? അതിനെണ്ണങ്ങളില്ല. ഒരു കുട്ടി പോലും അങ്ങനെയില്ല. അവിടെ പഠിച്ചിറങ്ങിയൊരു കുട്ടി പോലും ഇല്ല. അപ്പം നിലവിൽ അവിടെ അടിമത്വമാണോ? തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അവിടെ കംഫർട്ടബിൾ ആകുന്ന ഏകദേശം 10-25-30 കുട്ടികളുണ്ട്, അമ്മമാരുമുണ്ട്. ഇവർ മാത്രമാണ് കഴിവുള്ളവരായിട്ടുള്ളത്. ബാക്കിയുള്ളവരെ അദ്ദേഹത്തിന് എണ്ണം തികയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ ഈ എണ്ണം തികയ്ക്കാൻ കൊണ്ടുവരുന്ന ആളുകൾ ഇന്നും മാറ്റപ്പെടുന്ന അവർക്ക് അവസരങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഗൾഫ് ഷോകളൊക്കെ വരുന്ന സമയത്ത് ഈ കഴിവുള്ളവരെ കൊണ്ടുപോകത്തുള്ളൂ, മാത്രം കൊണ്ടുപോകുള്ളൂ. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? അവിടെ തന്നെ നിൽക്കണം, സ്ഥാപനത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത് 300 കുട്ടികളുണ്ടെന്ന്. അപ്പോൾ ഈ 300 കുട്ടികൾക്കും ഈ ഒരു ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണം. അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാവും. അവിടെ ഓഡീഷൻ നടത്തിയിട്ടാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. ഈ കുട്ടികളിലെ അമ്മമാരെന്നെ പറയുന്നുണ്ട്, BRC അടക്കമുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികൾ അവരുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു 18-16 വയസ്സ് വരെയൊക്കെ ആ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കഴിവുകളൊക്കെ ഉണ്ട്. അത് വളർത്തിക്കൊണ്ടുവരുന്നത് ഈ BRC അടക്കമുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നാണ്. ആ കുട്ടികളാണ് അദ്ദേഹം മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഓഡീഷൻ നടത്തി സെലക്ട് ചെയ്യുന്നത്. ഈ കുട്ടികൾ കൊണ്ടാണ് അദ്ദേഹം പ്രോഗ്രാമുകൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സമൂഹം തെറ്റിദ്ധരിക്കുകയാണ് ഈ കുട്ടികൾക്ക് ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് ഗോപിനാഥ് മുതുകാടാണെന്ന്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 300 കുട്ടികളിലും ഈ മാറ്റങ്ങൾ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും അമ്മമാർ വന്ന് പരാതി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മുതുകാട് പറയുന്ന വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 300 കുട്ടികൾക്ക് എല്ലാ മാസവും പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ കഴിവിനെ ലോകത്തെ അറിയിക്കുന്നുണ്ട്. ഷിഹാബ് ഇപ്പം പറഞ്ഞു 300 കുട്ടികളിൽ കഴിവുള്ളവരെ മാത്രമേ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ബാക്കി കഴിവില്ലാത്ത കുട്ടികളെ കഴിവാക്കേണ്ട കടമ ഇവർക്കില്ലേ? ഉണ്ട്. അത് കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നാണ് ഈ പുറത്തുനിന്ന് അമ്മമാർ പറയുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന റീസെന്റ് കാര്യങ്ങൾ എനിക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഞാൻ അവിടെ പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇല്ല, 5 കുട്ടികൾ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ 5 കുട്ടികളുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് 300 ആണെങ്കിൽ ഷിഹാബ് പ്രവർത്തിക്കുമ്പോൾ എത്ര കുട്ടികളുണ്ട് അവിടെ? 5 കുട്ടികൾ. 5 കുട്ടികളെ ഉള്ളൂ. 5 പേരെ പോലും മാനേജ് ചെയ്യാൻ പറ്റാത്തവർ 300 പേരെ എങ്ങനെ ചെയ്യും ഷിഹാബെ? മാത്രമല്ല ഈ 300 പേര് ഇപ്പോഴും നിരന്തരം വരുന്നവരാണെന്ന് പോലും നമുക്കറിയില്ല. എങ്ങനെ നോക്കുകയാണെങ്കിലും ഞാൻ അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് 150ഓളം കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ 300 എന്നുള്ളത് അദ്ദേഹം എക്സാജറേഷനാണ്. കാരണം ഞാൻ അവിടെ 5 കുട്ടികളെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്ന സമയത്ത് സ്പെഷ്യൽ അതിഥികൾ വരുന്ന ദിവസങ്ങളിൽ തുടക്കത്തിൽ അതേ ഓഡീഷനൊക്കെ ഉപയോഗിച്ചിരുന്ന തുടക്കത്തിലെ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏകദേശം 18-20 കുട്ടികളൊക്കെ അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു സ്പെഷ്യൽ ഗസ്റ്റുകളുടെ ദിവസങ്ങളിൽ. എന്നിട്ട് ടോട്ടൽ 25 കുട്ടികളുണ്ടെന്ന് എന്നോട് പറയുമായിരുന്നു. അത് എക്സാജറേഷനാണ്. അത്ര കുട്ടികൾ അവിടെ ഇല്ല. നിങ്ങളുടെയൊക്കെ ഷോയ്ക്ക് മുതുകാട് നിങ്ങളെ കൊണ്ടുപോകുമ്പം ഇതിന് പ്രാക്ടീസിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇന്ന ഗസ്റ്റുകൾ വരും, അതിനെപ്പറ്റി ഒന്ന് വെളിപ്പെടുത്തുമോ? തീർച്ചയായിട്ടും. അതായത് നമ്മളോട് നിരന്തരം പറയുന്നൊരു കാര്യം,
ഇവിടെ ഇത്രയും കുട്ടികളുണ്ട്, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്, വീടില്ലാത്ത കുട്ടികളാണ്. മാത്രമല്ല അപ്പോൾ ഞങ്ങളൊക്കെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മുതുകാട് സാറാണ്. അപ്പോൾ അതുകൊണ്ട് സാറില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് നിങ്ങൾ പറയണം. ഇതൊക്കെ ശിഹാബെ ഉള്ളി തട്ടി പറയേണ്ട കാര്യമല്ലേ, ഈ കാണപ്പെട്ട ദൈവം എന്നൊക്കെ? തീർച്ചയായിട്ടും. അല്ലാതെ ഒരാൾ പറഞ്ഞു എന്ന് പറയേണ്ട കാര്യങ്ങളാണോ? ഇത് ഞാൻ ആധികാരികമായിട്ട് പറയാൻ കാരണം ഇത് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തെ അനുസരിച്ചേ മതിയാവും. ഒരുപാട് അമ്മമാർ വന്ന് പറയുന്നുണ്ടല്ലോ, അത് അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അനുസരിക്കില്ല, വേറെ നിവൃത്തി നമുക്കില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ദുബായിലെ ഷോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. യൂട്യൂബിൽ കിടപ്പുണ്ട്, അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആ ഷോ നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സംഘാടകരിൽ എനിക്ക് വളരെ അടുത്ത ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രോഗ്രാം അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഒരമ്മ വേദിയിലേക്ക് വരും, മുതുകാട് സാർ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണെന്ന് അമ്മ പറയും. അങ്ങനെ പറഞ്ഞ തെളിവ് കയ്യിലുണ്ട്? എൻ്റെ കയ്യിൽ. ഒന്ന് കാണിക്കുമോ? തീർച്ചയായിട്ടും. അമ്മ എന്ന് വിളിച്ച് കേട്ടാൽ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നത് ഞങ്ങളുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൽ എൻ്റെയും മുതുകാട് സാറാണ്. അത് ഞാൻ എത്ര കണ്ട് സാറിന് വേണ്ടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞങ്ങളുടെ ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിലെ എല്ലാ കുട്ടികളുടെയും കാണപ്പെട്ട ദൈവമാണ് അമ്മമാരുടെയും ടീച്ചേഴ്സിൻ്റെയും. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമിക്കാം, കാരണം ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം അവിടെ സ്വയം ദൈവമാകാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാർക്കറ്റിംഗ് നടത്തിയിട്ട് പണം സമ്പാദിച്ചിട്ട് ഇതുകൊണ്ട് ഈ കുട്ടികൾക്ക് എന്ത് നേട്ടമുണ്ടാകുന്നത്? നേട്ടമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും അമ്മമാർ പരാതിയുമായിട്ട് വരുന്നു? ഇപ്പം ശിഹാബ് ആദ്യം വെളിപ്പെടുത്തിയപ്പോൾ രണ്ട് മുഖങ്ങളുണ്ട്. ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അതിൽ വളരെ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അമ്മമാരെ കൊണ്ട് വീഡിയോയിൽ വന്ന് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അമ്മമാർ പറയുന്നത് കള്ളമാണ്. എനിക്ക് അവരെ അങ്ങനെ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ അമ്മമാര് ഇന്നലെ വീഡിയോ ആയിട്ട് വന്ന അമ്മമാരെ പേഴ്സണലി അറിയാമോ ശിഹാബിന്? ഈ 2018 ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഈ പറയുന്ന 2024 ജനുവരി 1 പോലും ഞാൻ അമ്മയുമായി സംസാരിച്ചിട്ടുണ്ട്. ആ അമ്മ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാനത് പരസ്പരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വന്ന് തന്നെ കള്ളം പറയാൻ ശ്രമിച്ചത് കൊണ്ട് എൻ്റെ ഭാഗം ശരിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ എനിക്ക്. അതെ, അതോടൊപ്പം ഇങ്ങനെ ഈ വോയിസ് മെസ്സേജ് സ്ക്രീൻഷോട്ടുകൾ സേവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരേപോലെ ചോദിക്കുന്ന ഒരു ചോദ്യം, നാളെ ഇത് ശിഹാബിനെതിരെ തിരിയുന്ന ശിഹാബിന് ഉറപ്പായിരുന്നോ? ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചത്. തീർച്ചയായിട്ടും എനിക്കറിയാം. അദ്ദേഹം ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു. നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പോരായ്മകൾ തിരുത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേ എപ്പോഴും പറയുന്നത് നിങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കേസിൽ കൊടുക്കാൻ എനിക്ക് പറ്റും. എനിക്ക് അതിനുള്ള ഹോൾഡ് ഉണ്ട്, അദ്ദേഹത്തിന് പവർ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളെ കാണിക്കുന്ന വീഡിയോ അമ്മമാരുടെ അല്ലേ? വീഡിയോ ഇപ്പം ഇവിടെ വന്ന് പറയുന്ന അമ്മമാരുണ്ട്. ഈ അമ്മ, അതായത് ഞാൻ ഏകദേശം ഒരു 15-20 ദിവസം മുമ്പ് ദുബായിലായിരുന്നു. ദുബായിൽ എൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ആദ്യം ആ അമ്മ എനിക്ക് അയച്ചൊരു മെസ്സേജിന്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. നല്ല മനസ്സുള്ളവർക്ക് ഈശ്വരൻ നല്ല സ്ഥാനവും കരുതി വെച്ചിട്ടുണ്ടാവും. അത് ഉറപ്പായിട്ടും ഏത് വഴിയായാലും നമ്മൾ തേടിയെത്തും. അതാണ് ഇപ്പം ഭാവിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അമ്മ പറയുന്നുണ്ട് നല്ല മനസ്സുള്ളവർക്ക് ദൈവം ഈശ്വരൻ നല്ലൊരു അവസരം തരുന്നുള്ളത്. അതിനുശേഷം ഈ ജനുവരി ഞാൻ കാണിച്ചിടാം, നോക്കിക്കോളൂ അജിൻ. ഈ ജനുവരി 1 ഈ ഒരുപാട് അമ്മമാര് വെളിപ്പെടുത്തലുകളുമായി വരുന്ന സമയത്ത് ഞാൻ ഈ അമ്മയ്ക്ക്, അതായത് ഈ കന്നഡ വെച്ചിട്ടുള്ള ഒരു അമ്മ ഉണ്ട്, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ? അതെ, ആ വീഡിയോ ഒന്ന് കാണിച്ചോളൂ. ഈ വീഡിയോ അല്ലായിരുന്നോ? അതെ. അപ്പൊ ഈ വീഡിയോയില് അമ്മയാണ് വോയിസ് ആയിട്ട് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ വീഡിയോയില് അമ്മമാര് നേരെ ശിഹാബിനെതിരെ അങ്ങ് എതിരെയാണ് പറയുന്നത്. കാരണം ഈ അമ്മയ്ക്ക് ഞാൻ ടീച്ചർ എംപവർ എന്ന് പറയാൻ സേവ് ചെയ്യാൻ കാരണം അവർ എംപവറിന്റെ ടീച്ചർ അല്ല, പക്ഷെ ഓൾറെഡി അദ്ദേഹത്തിന് അവരുടെ പ്രൊഫഷൻ ടീച്ചർ ആയതുകൊണ്ട് അന്ന് തന്നെ സേവ് ചെയ്തു. ഞാൻ അവർക്ക് അയച്ച മെസ്സേജ് ഞാൻ വായിച്ചു തരാം. ഈ ഒരുപാട് അമ്മമാർ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന 2024 ജനുവരി 1 ഈ അമ്മക്ക് അയച്ച മെസ്സേജാണ്. ഇത് പറഞ്ഞപ്പോൾ അവരുടെ റിപ്ലൈ എന്തുവായിരുന്നു? അവരുടെ റിപ്ലൈ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരട്ടെ, ക്യാമറ കാണിച്ചു തരാം. ഇത് ഞാൻ അവർക്ക് അയച്ച മെസ്സേജാണ് 2024 ജനുവരി 1. അതിനവർ തന്നൊരു വലിയ റീപ്ലൈ ഉണ്ട്, വോയിസ് മെസ്സേജാണ്. കേൾപ്പിച്ചു തരാം. ഹലോ വാവ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഈശ്വരനെ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇനിയും നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം വരിക, അത് മാത്രം മതി. എങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർക്കും
ഒരു പ്രകാശം കിട്ടുള്ളൂ. പറഞ്ഞ എന്താണെന്നറിയോ, സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് എന്താണ് സീരിയസ് ആയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ പോലെ കാലം തെളിയിക്കട്ടെ. അല്ലാതെ എന്നെ സംബന്ധിച്ച് അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമാണ്. കാരണം 18 വയസ്സ് വരെ നമ്മൾ വീട്ടിനകത്തിട്ടിരുന്നു. അതിനുശേഷം കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ട്. ഏതൊരമ്മയെ ആഗ്രഹിക്കില്ലേ? അത്രയും നാൾ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോയത് ഓരോ നിമിഷവും. അപ്പം അതിൽ നിന്നും കുറച്ചൊക്കെ ഒരു സന്തോഷം നമുക്കും ആഗ്രഹിക്കാമല്ലോ. ശിഖാബ്, പിന്നെ എന്തുകൊണ്ട് ശിഖാബ് ഇത്രയും വെളിപ്പെടുത്തലോട്ട് ആളുകൾ വരുമ്പം നമ്മൾ ഒരാളെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം കള്ളം ചെയ്തവർക്ക് പക്ഷെ പേടിക്കേണ്ടി വരും. പക്ഷേ ഈ അമ്മമാരുടെ നിവൃത്തികേട് എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ടല്ലോ, അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ അമ്മമാരൊക്കെ കണ്ണടച്ച് തന്നെ നിൽക്കുമോ അവിടെ? ഉറപ്പായിട്ടും ഈ അമ്മ ബാക്കി പറയുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് പ്രതികരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് അവിടെ നിവൃത്തികേടാണ് അവിടെ നിൽക്കുക എന്ന് പറയുന്നത്. കാരണം ഈ നമ്മുടെ കേരളത്തിൽ 18 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊരു ഷെൽട്ടർ ഇല്ല. അതായത് ഈ അമ്മമാർക്ക് രാവിലെ വന്നിരിക്കാനും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും പറ്റുന്ന ഒരു സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലില്ല. അതിൻ്റെ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം വരുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ആളുകളും പറയുന്നു, ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തി അവരുടെ പ്രൊഫഷൻ മാജിക് എന്ന് പറയുന്ന പ്രൊഫഷൻ പോലും ഈ കുട്ടികൾക്ക് വേണ്ടി ഒഴിവാക്കിയ ഒരാളല്ലേ. അതെ. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? നമുക്കറിയാം സോഷ്യൽ മീഡിയ സജീവമാകുന്ന സമയത്ത് നമ്മുടെ നാടുകളിലൊക്കെ മാജിക്കിൻ്റെ സാധ്യതകൾ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. 40 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ജീവവായു പോലെ കൊണ്ടു നടന്ന മാജിക്കിനെ ഒരു സുപ്രഭാതത്തിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയ ഇദ്ദേഹം നാളെ ഈ കുട്ടികളോടുള്ള സ്നേഹം ഒരു സുപ്രഭാതത്തിൽ ഒഴിവാക്കില്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അതിൽ മുതുകാട് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഫഷൻ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, അതായത് മാജിക്ക് മാത്രം കൊണ്ടുപോയാൽ മതി, എനിക്കൊരു പ്രോഗ്രാമിൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും എന്നാൾ വെളിപ്പെടുത്തുന്നു. 2, ആളിട്ടേക്കുന്ന ഷർട്ട് തന്നെ ആളുടെ ഫ്രണ്ട്സ് കൊടുത്തതാണ്. എനിക്കിങ്ങനൊരു കുട്ടിയില്ല, ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ തുടങ്ങിയ സ്ഥാപനമാണ്, എൻ്റെ ഔദാര്യമാണ് നിങ്ങൾ നോക്കുന്നത്. ഇതൊരു നന്മ മരക്കളിയാണോ ശിഖാബേ? ഉറപ്പായിട്ടും. കാരണം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സാധാരണ ബുദ്ധി വെച്ച് നമുക്ക് ചിന്തിക്കാം. എനിക്കൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ കുട്ടിയെ നന്നായിട്ട് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ നിർത്തി എൻ്റെ കുട്ടിയുടെ കൈവന് വേറെ ആൾക്ക് കാണിച്ചു കൊടുത്ത് അതിലൂടെ പണം വാങ്ങിയിട്ടാണോ ഞാൻ എൻ്റെ കുട്ടിയെ സംരക്ഷിക്കേണ്ടത്? അല്ലല്ലോ. അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക് കൂടുതൽ ചെയ്യുകയും കൂടുതൽ പണം സമ്പാദിക്കുകയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പണം കൊണ്ടുകൂടി ഈ കുട്ടികളെ സംരക്ഷിക്കാൻ നോക്കുന്നതിന് പകരം ഈ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിൽ എന്ത് നന്മയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പോൾ ഈ മുതുകാടെന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് കാലഘട്ടങ്ങൾ മാറുമ്പോൾ എങ്ങനെ സഞ്ചരിക്കണമെന്ന് അറിയാമായിരുന്നു. ഉറപ്പായിട്ടും. കാരണം അത്ര ആരും വല്ലാതെ കൈവെക്കാൻ ധൈര്യം കാണിക്കാത്തൊരു മേഖലയാണ് ഭിന്നശേഷി എന്ന് പറയുന്നത്. അവിടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും വലിയ രീതിയിൽ അംഗീകാരം കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അമ്മമാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മുതുകാട് സാറെ കുറിച്ച്. അദ്ദേഹം പറയിപ്പിക്കുന്നതാണോ അതോ അവിടെ നിവൃത്തികൾ കൊണ്ട് പറയുന്നതാണോ എനിക്കറിയില്ല. അവർ പറഞ്ഞു, ഈ കുട്ടികളൊക്കെ നിങ്ങൾ ഈ സ്ഥാപനം പൂട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കട്ടെ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ അമ്മയോട് എനിക്ക് ചോദിക്കാനുള്ളത്, മുതുകാട് സാർ ഈ സ്ഥാപനം തുടങ്ങുന്നത് 2017 അതുവരെ നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്തു? മുതുകാട് ഉണ്ടായിട്ടാണോ? എനിക്ക് 32 വയസ്സായി. മുതുകാട് ഉണ്ടായിട്ടാണോ നമ്മൾ ജീവിച്ചത്? മുതുകാട് ഉണ്ടായിട്ടാണ് അവിടെയുള്ള 300 കുട്ടികൾ ജീവിച്ചത്? മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിലും ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കായിരുന്നു ഇത്രയും കാലം കുട്ടികൾ ഉണ്ടായിരുന്നത്. അവിടെ തന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നതെന്ന് അമ്മമാർ പറയുന്നുണ്ട്. ശിഖാബ്, ഈ ഒരു സ്ഥാപനത്തിന് ഒരു പ്രോഗ്രാം ഞാൻ ഇപ്പം വിളിച്ചു, ഒരുപാട് ക്യാമറകൾ, ഒരുപാട് ഗസ്റ്റുകൾ, ഒരുപാട് ഓഡിയൻസ്. അപ്പോൾ നിങ്ങളൊരു 10 പേര് ആ ഷോയ്ക്ക് നിങ്ങളുടെ സ്ഥാപനമായിട്ട് വന്നു കഴിഞ്ഞാൽ മുതുകാട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് മാർക്കറ്റിംഗ് തന്നെയാണോ? തീർച്ചയായിട്ടും. ആ ഗസ്റ്റുകളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് പറയാനാണ് നമ്മളോട് പറയാം. അങ്ങനെ ശിഹാബ് പോയ ഷോയിൽ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. നമ്മൾ കുവൈത്തിൽ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ക് സ്റ്റേജിൽ നിന്ന് ഷിഹാബ്, നമുക്കിവിടെ കൂടുതൽ കുട്ടികളുണ്ട്, ഇനി 100ഓളം കുട്ടികളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ആ രീതി നിങ്ങൾ പറയണം. അവർ പലരും വീടില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ മുതുകാട് സാറേ ഉള്ളൂ.
അപ്പോൾ സാർ ഞങ്ങളുടെ ദൈവമാണ്, സാറില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയണം. അപ്പോഴും ഞാനത് പറയാൻ കാരണം, ഒന്ന് ഞാൻ ആദ്യമായിട്ടാണ് വിദേശയാത്ര നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്, കാരണം എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരണമല്ലോ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ കൂടുതൽ പൈസ കിട്ടുകയും അതിലൂടെ കൂടുതൽ ആൾക്ക് ഉപകാരം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് മാത്രമാണ്. അതിൻ്റെ റിസൾട്ട് കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും അമ്മമാർ വന്ന് പരാതി പറയുന്നത്. ഈ പറയുന്ന അമ്മമാർ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഞങ്ങൾ സംഘം ചേർന്ന് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാൻ പ്ലാൻ ചെയ്തതല്ല. അപ്രതീക്ഷിതമായിട്ടാണ് ഈ അമ്മമാരുടെ വീഡിയോസൊക്കെ ഞാൻ സുനിത ദേവദാസ് എന്ന് പറയുന്ന അവരുടെ വീഡിയോയിൽ കാണുന്നത്. ഒരുപാട് അമ്മമാർ വ്യക്തിപരമായിട്ട് ഫേസ്ബുക്കിലൂടെ അവരുടെ അനുഭവങ്ങൾ എഴുതുന്നത് കാണുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അനുഭവങ്ങളും പറയാൻ പറ്റിയ സമയം ഇതാണ്. ഇത് തീർച്ചയായിട്ടും ലോകത്തോട് പറയണം. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നൊരു കാര്യം, ഷിഹാബിനെ വളർത്തിയൊരു സ്ഥാപനം, ഷിഹാബിനെ പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ തള്ളി പറയുമ്പോൾ പൈസ പ്രശ്നമാണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈഗോ പ്രശ്നങ്ങളുണ്ടോ എന്ന് പറയുന്ന ആളുകളോട് ഷിഹാബിന് പറയാനുള്ള മറുപടി എന്തുവാ? നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ, ആദ്യമായിട്ട് മുതുകാട് സാറെ നേരിട്ട് കാണുന്നത് ഞാനും അദ്ദേഹവും അതിഥിയായി വരുന്ന ഒരേ പ്രോഗ്രാമിലാണ്. അദ്ദേഹം മോട്ടിവേഷൻ സ്പീക്കിംഗ് മാജിക്കോട് കൂടിയാണ് നടത്തുന്നത്, ഞാൻ മോട്ടിവേഷൻ സ്പീക്കിംഗ് എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത്. അപ്പോൾ ഒരേ വേദിയിൽ അതിഥിയായിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹമാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നതെന്ന് പറയുന്നത് കള്ളമാണ്. രണ്ടാമത്തെ കാര്യം, പൈസയുടെ പ്രശ്നമാണെങ്കിൽ, പൈസയുടെ പ്രശ്നമായിരുന്നുവെങ്കിൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. പൈസക്കായിരുന്നെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാതെ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പൈസ വേണമായിരുന്നെങ്കിൽ ഇതൊക്കെ കാണാതെ കേൾക്കാതെ നിങ്ങളുടെ മക്കളെ അടക്കം ചൂഷണം ചെയ്യുന്നത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷെ പണം ഒരിക്കലും എന്നെ സ്വാധീനിച്ചിട്ടില്ല.